ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം 2-3 ദിവസമായി വീഡിയോസൊക്കെ എടുത്തിട്ടും അപ്ലോഡ് ചെയ്തിട്ടും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോഴും ഓക്കെ അല്ല, പക്ഷേ കുറച്ച് കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. ഈ ഒരു വീഡിയോയ്ക്ക് എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഞാനിപ്പോൾ വന്നത് തന്നെ. അപ്പം എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസം നമ്മുടെ ദിയ കൃഷ്ണ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. ആൺകുട്ടിയാണ്. ദിയ കൃഷ്ണയുടെ ഡെലിവറി എന്ന് പറയുന്നത് അതൊരു ലൈവായിരുന്നു. അമ്മ, സിസ്റ്റേഴ്സ്, ഹസ്ബൻഡ് എല്ലാവരും അടുത്തുണ്ടായിരുന്നു. അതൊരു വീഡിയോ ആക്കി അവരുടെ ചാനലിനകത്ത് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പോലും ആ ഒരു വീഡിയോയുടെ വ്യൂസ് എന്ന് പറയുന്നത് 5.8 മില്യൺ ആണ്. അത്രയും ആൾക്കാർ കണ്ടതും അതിനകത്ത് ഒരു 3/4 ആൾക്കാർ അതിനെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ. നമുക്കറിയാം, നമ്മുടെ ശ്വേത ചേച്ചി കളിമണ്ണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്വേത ചേച്ചിയുടെ ഡെലിവറി അത് ലൈവാക്കിയ സമയത്ത് അതിന് ഭയങ്കര വിവാദം ഉണ്ടായിരിക്കുകയായിരുന്നില്ലേ. പക്ഷേ അന്ന് പറഞ്ഞ ആൾക്കാർ പോലും ഇന്നതിനെ ദിയ കൃഷ്ണയുടെ ഡെലിവറിയെ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പോസിറ്റീവ് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈ ദിയ കൃഷ്ണയുടെ വീഡിയോയ്ക്കകത്ത് കൂടുതലും കണ്ട കമൻറ്റ് അത് പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ ഫേസ്ബുക്കിലോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമൻസും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ വീഡിയോയെ പറ്റി പറയാനുള്ളൊരു കാര്യം, ഇത് നല്ലൊരു വീഡിയോ ആണ്. ആസ് എ പേഴ്സൺ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്, ഈ ഒരു വീഡിയോയ്ക്കകത്ത് നെഗറ്റീവായിട്ട് തോന്നാൻ ഒരു കാര്യമില്ല. കാരണം ഈ ഒരു ഡെലിവറി സമയത്ത് അമ്മ അല്ലെങ്കിൽ ഹസ്ബൻഡ്, വേണ്ടപ്പെട്ട ആൾക്കാർ കൂടെ ഉണ്ടാകണം എന്നുള്ളത് ഒരുപാട് സ്ത്രീകളുടെ ആഗ്രഹമാണ്. പക്ഷെ എല്ലായിടത്തും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല ഡോക്ടേഴ്സ്. പക്ഷെ ഇവർ സെലിബ്രിറ്റീസ് ആയതുകൊണ്ടായിരിക്കാം എല്ലാവരും അകത്ത് ലേബർ റൂമിൽ കയറ്റിയത് തന്നെ. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ, പാവപ്പെട്ട ആൾക്കാർക്കാണെങ്കിലും ഡെലിവറി ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ അവരുടെ കൂടെ നിർത്തുക. നമുക്ക് ആദ്യം കമൻറ്റ് കണ്ട് നോക്കാവേ. കമൻറ്റ് ഞാൻ വായിക്കാവേ. കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ അമ്മയും ഹസ്ബൻഡെയും നിർബന്ധമായും ഡെലിവറിക്ക് കൂടെ നിർത്തണം. ആരെയും കാണാതെ നിലവിളിക്കുമ്പോൾ വഴക്ക് കേൾക്കേണ്ടി വരുന്ന അവസ്ഥ ഇനിയെങ്കിലും ഒരമ്മമാർക്കും ഉണ്ടാകരുത്. ഇത് കണ്ടപ്പം വളരെ സന്തോഷം തോന്നി. സത്യമാണ് ഈ ഒരു കമൻ്റ് എന്ന് പറയുന്നത്. എൻ്റെ ഒരു കസിൻ സിസ്റ്ററിൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഡെലിവറി ചെയ്ത സമയത്ത് നമ്മളിങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുമല്ലോ, ആ ഒരു സമയത്ത് എങ്ങാണോ ഒന്ന് നിന്ന് പോയി കഴിഞ്ഞാൽ, അതായത് പുഷ് ചെയ്യുന്നതിൻ്റെ ഇതൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്ടർ വഴക്ക് പറഞ്ഞെന്നുള്ളത് ശരിയാണ്. ചില ഹോസ്പിറ്റലുകളിൽ നമ്മളൊരു പനി പിടിച്ച് പോയാലും അല്ലെങ്കിൽ എന്ത് അസുഖത്തിന് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയാലും ചില ഡോക്ടർമാരുടെ സമീപനം മതി, നമ്മുടെ പകുതി അസുഖം പോകും. കാര്യം നമ്മളൊരു കുഞ്ഞു കുട്ടിയായിട്ട് കാണുക, അവരുടെ സംസാരം കൊണ്ട് തന്നെ നമ്മുടെ പകുതി അസുഖം പോകും എന്ന് ഞാൻ പലരും പറഞ്ഞും കേട്ടിട്ടുണ്ട്. എനിക്ക് അനുഭവമുണ്ട്. അപ്പോൾ എല്ലാത്തിനെക്കാട്ടിലും ടാസ്ക്കാണ് ഈ ഒരു ഡെലിവറി എന്ന് പറയുന്നത്. കുറച്ചൊക്കെ ഇതൊരു മരണത്തിലേക്കും പോകാൻ ചാൻസ് ഉള്ള കാര്യമാണല്ലേ, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. പക്ഷേ ഈ ഒരു ഡെലിവറി സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ നമ്മുടെ കൂടെ നിർത്തുക. അപ്പം ഇനിയെങ്കിലും ഡോക്ടേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു വീഡിയോ, ദിയ കൃഷ്ണയുടെ ഈ ഒരു വീഡിയോ. ഇതിനെ നെഗറ്റീവായിട്ട് എടുത്ത ആൾക്കാരോട് പറയാനായിട്ട് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഓരോ വ്യക്തികൾക്കും ഓരോ അഭിപ്രായമാണ്, ഓരോ ഇഷ്ടങ്ങളാണ്, ഓരോ താല്പര്യമാണ്. ഇപ്പം എൻ്റെ അഭിപ്രായം മറ്റുള്ളവർക്ക് വരണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പം നിങ്ങളുടെ ചിന്താഗതി എന്താണോ അതിന് നമുക്ക് തെറ്റായിട്ട് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ ശരി എന്താണോ അതാണ് നിങ്ങൾക്ക്. അല്ലാതെ നമ്മൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്കതാവണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇതിനെ നെഗറ്റീവായിട്ട് കണ്ട ആൾക്കാരുടെ കയ്യിൽ എനിക്കൊന്നും പറയാനില്ല. കാരണം നിങ്ങളെ കുറ്റപ്പെടുത്താനും ഇല്ല. ഒരാൾക്കാർ ഓരോ വീഡിയോസ് കണ്ടാലും ഓരോന്ന് കണ്ടാലും ഓരോരുത്തർക്ക് വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്, വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. അതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് ആർക്കും അവകാശമില്ല. അപ്പം എനിക്ക് ഈ പറഞ്ഞ ഡോക്ടേഴ്സിനോടാണെങ്കിലും എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, ഡെലിവറി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണെങ്കിലും അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ അവർ കൂടെ ചേർത്ത് നിർത്തുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ദിയ കൃഷ്ണയുടെ ഈ വീഡിയോ കണ്ടപ്പോഴാണ്
മനസ്സിലായത്, അവർക്ക് വേണ്ടപ്പെട്ട അവർ ഹസ്ബൻഡ്, അമ്മ, സിസ്റ്റേഴ്സ് എല്ലാവരും അവർ ഒപ്പം ഉണ്ട്. ആ ഒരു സമയത്ത് ആ ഒരു കുഞ്ഞ് ജനിച്ച് വീണ സമയത്ത് എല്ലാവരും കൈയടിച്ച് സഹിപ്പിക്കുകയായിരുന്നു. ആ ഒരു അഹാനയുടെയൊക്കെ കണ്ണ് നിറയുന്നത്, അല്ലെങ്കിൽ ആ ഹൻസികയുടെ ആ ഒരു പ്രാർത്ഥിച്ച് നിൽക്കുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, പ്രൗഡ് തോന്നുകയാണ്. കാരണം ചില ആൾക്കാരുടെ ഡെലിവറി കഴിഞ്ഞ് 2 ദിവസമൊക്കെ കഴിയുമ്പോഴായിരിക്കും വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാം വരുന്നത്. പക്ഷെ ഇവരൊരു ഫാമിലി തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫാമിലിയാണ്. നമ്മൾ ഇപ്പോഴല്ല, ഈ ഒരു വീഡിയോയിൽ കൂടെ അല്ല, ഇവരുടെ ആരുടെ വീഡിയോ എടുത്ത് വെച്ച് നോക്കിയാലും ഫാമിലി സപ്പോർട്ട് ഭയങ്കര ഇതാണ്. അത് മതിയല്ലോ. ആ ദിയാകൃഷ്ണ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ഇഞ്ചക്ഷനെ പോലും പേടിക്കുന്നതായിരുന്നു. ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ പോലും ഭയങ്കരമായിട്ട് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഓരോ വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡെലിവറി എന്ന് പറയുന്നൊരു കാര്യം ഇത്രയും തരണം ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ദിയയുടെ ഫാമിലിയുടെ സപ്പോർട്ട് മാത്രമാണ്. ആ ഹസ്ബൻഡ് ചേർത്ത് നിർത്തുക, അമ്മ ചേർത്ത് നിർത്തുക, ആ എത്ര തിരക്കിൻ്റെ ഇടയ്ക്കും ആ സിസ്റ്റേഴ്സ് കൂടെ നിൽക്കുക. ആ ഒരു സമയം ഈ ദിയയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കണം അവരത്രയും പേരും. ഹസ്ബൻഡും അമ്മയൊക്കെ എന്തായാലും കൂടെ കാണും. അതിന് എല്ലാ ആൾക്കാരുടെയും അമ്മയും ഹസ്ബൻഡും എല്ലാവരും കൂടെ കാണുന്നൊരു സമയമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ സിസ്റ്റേഴ്സ് ഇത്രയും ബിസി ആയിട്ട് നിൽക്കുന്നവർ അവർ കൂടെ അത്രയും സമയം നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അതൊരു ഫാമിലി സപ്പോർട്ട് തന്നെയാണ്. എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ ഈ ഡെലിവറി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റെന്ത് അസുഖം ആയിക്കോട്ടെ, ആ ഒരു ടൈമിൽ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ കുറച്ച് നേരത്തേക്ക് സമയം മാറ്റി വെച്ചിട്ട് അവരുടെ കൂടെ നിൽക്കുക. ഈ ഒരു ദിയയുടെ ഡെലിവറി വീഡിയോ കൊണ്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നൊരു കാര്യം, ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡ്, അമ്മ, അവർക്ക് വേണ്ടപ്പെട്ടവരെ കൂടെ നിർത്തുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, എനിക്ക് മനസ്സിലായൊരു കാര്യം ഞാൻ പറയാം. ഡെലിവറി ചെയ്യുന്ന സമയത്ത് ദിയയുടെ ഹസ്ബൻഡ് ആണെങ്കിലും അമ്മ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയെങ്കിലും പ്രസവിക്കുന്ന ഇവർ സെലിബ്രിറ്റീസ് ആയതുകൊണ്ടായിരിക്കും ഇവർക്കൊരു പരിഗണന കിട്ടിയത്. അങ്ങനെയല്ല, എല്ലാ ആൾക്കാർക്കും ഇനി പ്രസവിക്കാനിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഈ ഒരു പരിഗണന കിട്ടുക. അതുപോലെ തന്നെ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ അവരുടെ കൂടെ ഉണ്ടാകുക. 2 കാര്യങ്ങളാണ് നമുക്കിതിൽ കൂടെ മനസ്സിലാകുന്നത്. ഒന്നാമത്തത്, ആ ഒരു ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഡോക്ടേഴ്സ് അവരെ ആ ലേബർ റൂമിൽ നിർത്താൻ കൊടുത്ത ഒരനുവാദം, അത് എല്ലാവർക്കും ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഡെലിവറി നടക്കുന്ന സമയത്ത് ദിയയ്ക്ക് വേണ്ടി അത്രയും സമയം ചിലവഴിച്ച് സിസ്റ്റേഴ്സ് ആണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും അമ്മയാണെങ്കിലും അതുപോലെ തന്നെ ബാക്കി എല്ലാവരുടെയും ഫാമിലി സപ്പോർട്ട് ഉറപ്പായിട്ടും എല്ലാ ആൾക്കാർക്കും ഉണ്ടായിരിക്കണം. അപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ശരിക്കും പ്രൗഡ് തോന്നിയൊരു മൊമെൻ്റാണ്. കാര്യം ആ ദിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഞ്ചക്ഷനെ പോലും പേടിക്കുന്ന ദിയ ഇത്രയും തരണം ചെയ്ത് എത്തണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഫാമിലി സപ്പോർട്ടാണ്. അപ്പം എല്ലാവർക്കും ഇതിനെ നെഗറ്റീവായിട്ട് കണ്ടവരോട് ഒന്നും തന്നെ പറയാനില്ല. പോസിറ്റീവായിട്ട് എടുത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു സ്ത്രീ എന്ന നിലയിൽ ആരും നെഗറ്റീവായിട്ട് പറയുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ നെഗറ്റീവ് പറഞ്ഞതെല്ലാം പുരുഷന്മാരായിരിക്കാം. കാര്യം അവരനുഭവിച്ചിട്ടില്ലല്ലോ, അവർക്ക് എന്താണ് പ്രസവവേദന എന്ന് അവർക്കറിയത്തില്ല. ഉറപ്പായിട്ടും ഒരു ഡെലിവറി ചെയ്യുന്ന സമയത്ത് തൻ്റെ ഹസ്ബൻഡ് കൂടെ കാണണം. കാര്യം എന്തോരം വേദനയാണ് ആ ഒരു സമയത്ത് അനുഭവിക്കുന്നത് എന്ന് അവരുടെ ഹസ്ബൻഡ് കാണണം. കാര്യം എല്ലാ ഹസ്ബൻഡ്മാരും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. മദ്യപിച്ചിട്ട് ഉപദ്രവിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പം സ്ത്രീയുടെ വില അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കെല്ലാവർക്കും പാഠമാണ് ഈ ഒരു ഡെലിവറി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഭർത്താക്കന്മാരും ഈ ഒരു ഡെലിവറി കാണേണ്ടതാണ്. അപ്പം നമ്മുടെ ഇവിടെയുള്ള ഡോക്ടർമാരോടൊക്കെ എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യമുള്ളൂ, ഇനിയെങ്കിലും ഡെലിവറി സമയത്ത് അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ അവരുടെ കൂടെ നിർത്തുക. അപ്പം അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.